ഫുട്ബോൾ ലോകത്ത് വലിയ മാറ്റങ്ങൾക്ക് ഒരുങ്ങുകയാണ് ഫിഫ. 2026 ലോകകപ്പിന് മുന്നോടിയായി നിരവധി പുതിയ നിയമങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മത്സരങ്ങളിൽ സമയം കളയുന്നതും അനാവശ്യ നാടകങ്ങളും കുറയ്ക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ആദ്യം, ത്രോയിൻ എടുക്കാൻ ഇനി വെറും 5 സെക്കൻഡ് മാത്രമേ ലഭിക്കൂ. മനഃപൂർവ്വം സമയം കളയാൻ ശ്രമിച്ചാൽ ത്രോയിൻ എതിർ ടീമിന് നൽകും. അതുപോലെ ഗോൾ കിക്ക് എടുക്കുന്നതിനും 5 സെക്കൻഡ് പരിധിയുണ്ട്. ഗോൾ കീപ്പർ സമയം കളയാൻ ശ്രമിച്ചാൽ എതിർ ടീമിന് നേരിട്ട് കോർണർ കിക്ക് ലഭിക്കാം. സബ്സ്റ്റിറ്റ്യൂഷനിലും കർശന നിയമം വരുന്നു. പുറത്തേക്ക് പോകുന്ന താരം 10 സെക്കൻഡിനുള്ളിൽ ഏറ്റവും അടുത്ത ഭാഗത്തിലൂടെ മൈതാനം വിടണം. അത് പാലിക്കാത്ത പക്ഷം പകരക്കാരൻ 1 മിനിറ്റ് വരെ കളത്തിലിറങ്ങാൻ സാധിക്കില്ല. ആ സമയം ടീം 10 പേരുമായി കളിക്കേണ്ടിവരും. ഇനി പരിക്കേറ്റ് ഫിസിയോയുടെ ചികിത്സ ലഭിച്ച താരങ്ങൾ 1 മിനിറ്റ് പുറത്തിരിക്കണം. എന്നാൽ ഗോൾ കീപ്പർമാർക്കും ചില പ്രത്യേക സാഹചര്യങ്ങൾക്കും ഇളവുകൾ ഉണ്ടായിരിക്കും. മറ്റൊരു ശ്രദ്ധേയ നിയമം എന്തെന്നാൽ, എതിരാളിയുമായി തർക്കിക്കുന്ന സമയത്ത് വായ മൂടി സംസാരിക്കുന്ന താരങ്ങൾക്ക് റെഡ് കാർഡ് വരെ ലഭിക്കാം. ഷണന്റെ അധികാരവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കോർണർ കിക്ക് ശരിയായി അനുവദിച്ചോ എന്ന് വാർ പരിശോധിക്കാനാകും. എന്നാൽ കളി പുനരാരംഭിക്കുന്നതിന് മുമ്പ് തന്നെ തീരുമാനം എടുക്കണം. കൂടാതെ 2ാം മഞ്ഞക്കാർഡ് ലഭിച്ച് പുറത്താകുന്ന താരങ്ങളുടെ കേസുകളും ഇപ്പോൾ റിവ്യൂ ചെയ്യാൻ സാധിക്കും. ഈ പുതിയ നിയമങ്ങൾ ഫുട്ബോളിനെ കൂടുതൽ വേഗമേറിയതും സുതാര്യവുമാക്കുമോ, അതോ പുതിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തൂ.